നടപടിക്രമത്തിൽ ജനങ്ങളുടെ അഭിപ്രായം വളരെ പ്രധാനമാണ്. ജനാഭിപ്രായമാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത്. ജനഹിതത്തിൽ മുമ്പിൽ നിൽക്കുന്നവരാണ് അധികാരത്തിൽ തുടരുക, അധികാരത്തിലെത്തുക. ജനഹിതം വളരെ പ്രധാനമാണ് ജനാധിപത്യ സംവിധാനത്തിൽ. തങ്ങളുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാനും ഭരണത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുമാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാന് നേരെ ആക്രമണം ആരംഭിച്ചത്. എന്നാൽ യുദ്ധം 4 മാസം പിന്നിട്ട് MOU സൈൻ ചെയ്ത ഘട്ടത്തിൽ രണ്ട് രാജ്യങ്ങളിലെ നേതാക്കന്മാരുടെ ജനപ്രീതി കുത്തനെ ഇടിയുകയാണ്. അമേരിക്കയിലും ഇസ്രായേലിലും നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും ജനപ്രീതി കുത്തനെ ഇടിയുകയാണ്. പല സർവേകളിലും ജനാഭിപ്രായം ട്രംപിനും നെതന്യാഹുവിനും എതിരാണ്. ട്രംപിൻ്റെ വലതുപക്ഷ ചേരിയിൽ തന്നെ അതിനിശ്ചിതമായ വിമർശനങ്ങളുണ്ട്. നെതന്യാഹുവിൻ്റെ അധികാര സംരക്ഷണത്തിന് വേണ്ടി എന്തിനാണ് അമേരിക്കൻ ജനത ത്യാഗം ചെയ്യുന്നത് എന്ന ചോദ്യം അമേരിക്കയിൽ എവിഡൻ്റാണ്. അമേരിക്ക ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നെതന്യാഹുവിൻ്റെ കാര്യത്തിൽ ഇസ്രായേലിലും തത്തുല്യമായ സാഹചര്യം രൂപപ്പെടുകയാണ്. വൻ റാലികൾ നെതന്യാഹുവിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല, നെതന്യാഹു ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടുവെന്നും നെതന്യാഹുവിൻ്റെ ടാക്ടിക്കുകൾ വിജയിച്ചിട്ടില്ല എന്നും ഇറാനാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചത് എന്ന അഭിപ്രായമാണ് ഇസ്രായേലിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ടായത്. ഹീബ്രു യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് ഇൻ്റർനാഷണൽ ഏജൻസി നടത്തിയ അഭിപ്രായ സർവേയിൽ നെതന്യാഹുവിൻ്റെ ജനപ്രീതി കുത്തനെ താണിരിക്കുകയാണ്, ജനപ്രീതി കുറഞ്ഞിരിക്കുകയാണ്. സർവേയിൽ പങ്കെടുത്ത 92% ആളുകളും ഈ യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ്. നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന ഇലക്ഷൻ വരികയാണ്. മാത്രമല്ല, നെതന്യാഹുവിനെതിരെ നിരവധി കേസുകളുണ്ട്, അഴിമതി കേസുകളുണ്ട്. എത്രമാത്രം യുദ്ധം നീണ്ടുപോകുന്നുവോ അത്രമാത്രം തനിക്ക് ആശ്വാസമാണെന്ന് ചിന്തിക്കുന്നു. തൻ്റെ രാഷ്ട്രീയ സേഫ്റ്റിക്ക് ഏറ്റവും നല്ലത് യുദ്ധമാണെന്ന് നെതന്യാഹു വിശ്വസിക്കുന്നു. രക്തവും യുദ്ധവുമാണ് തൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമെന്ന് നെതന്യാഹു വിശ്വസിക്കുന്നു. ഇസ്രായേൽ ഒരു തെമ്മാടി രാജ്യമാണെന്നും ഇസ്രായേലിനെ നയിക്കുന്നത് യുദ്ധക്കുതിയാണെന്നും ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നെതന്യാഹുവിൻ്റെ മന്ത്രിസഭയിലെ പലർക്കും ലോകരാഷ്ട്രങ്ങൾ സന്ദർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും ഗ്രാഫ് താഴോട്ട് പോയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെത്. അവർ ലോകത്ത് യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നു, കലാപങ്ങൾ ഉണ്ടാക്കുന്നു, സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നു, അതിലൂടെ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുന്നു എന്ന തിരിച്ചറിവ് അമേരിക്കയിലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു.